നല്ല എലഗന്റ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു വർക്ക് വെയർ സാരിയാണ്. വർക്ക് വെയർ ആയിട്ട് നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ ഡ്രേപ്പ് ചെയ്യാം. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷൻ ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ഫാബ്രിക് പറയുകയാണെങ്കിൽ സോഫ്റ്റ് സെമി ടെസറാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിൽ ബോർഡർ ഒരു മസ്റ്റേർഡ് യെല്ലോ ടോണിലായിരിക്കും ബോർഡർ വരുന്നത്. അതൊരു ത്രെഡ് വൂവൻ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ട് നല്ലൊരു ട്രിപ്പിൾ കളറിലാണ് വെർട്ടിക്കലായിട്ട് സാരിയിൽ ഡിസൈൻസ് വരുന്നത്. അതൊരു പേസ്റ്റൽ ഗ്രീൻ, ബ്ലൂ, ഒരു ഗോൾഡൻ ബേജ് ഈ ഒരു ടോണിലാണ് വെർട്ടിക്കൽസ് ഒരു ബ്രസ്റ്റ് സ്ട്രോക്ക് പാറ്റേണിലാണ് സാരിയിൽ ഡിസൈൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. ഗ്രീൻ ബ്ലൗസോ നല്ലൊരു ഓപ്ഷനാണ്. ബ്ലൂ വരുന്നുണ്ട്, ഒരു ഗോൾഡൻ ബേജും വരുന്നുണ്ട്. ഇതിന്റെ ബോർഡർ വരുന്നത് മസ്റ്റേർഡ് യെല്ലോ ആണ്. ഞാൻ ജസ്റ്റ് മസ്റ്റേർഡ് യെല്ലോ ബ്ലൗസ് ഇതിന്റെ കൂടെ ഡ്രേപ്പ് ചെയ്യുന്നുള്ളൂ. ഏത് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ കൂടെ ആപ്റ്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. ഒരു വെർട്ടിക്കലായിട്ട് സ്ട്രൈപ്പ് ഡിസൈൻസിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഹൈറ്റ് ഇല്യൂഷൻ തോന്നുന്ന പാറ്റേണിലാണ് സാരി വരുന്നത്. കുറച്ചൊരു പൊക്കം കുറവുള്ളവർക്കാണെങ്കിലും നമുക്ക് ഹൈറ്റ് ഫീൽ ചെയ്യും. ഇതില് ക്ലോസറിൽ വരുമ്പോൾ കണ്ടോ ഒരു ഖാദിയുടെ എല്ലാം ആ ഒരു ഫീലാണ്. ആ ബ്രസ്റ്റ് സ്ട്രോക്ക് പാറ്റേണിൽ സാരിയിൽ നല്ല ഡിസൈൻസാണ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ മള്ളറിലാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. പ്രൈസും വളരെ അഫോർഡബിൾ ആയിട്ട് വരുന്നിരിക്കുന്ന പ്രൈസാണ്. ഒരു ത്രെഡ് വീവിലാണ്, ഒരു സെൽഫ് വീവ് വരുന്നുണ്ട് ഈ മസ്റ്റേർഡ് യെല്ലോയിൽ ബോർഡറിൽ വരുമ്പോൾ. ഇതിന്റെ കൂടെ റണ്ണിങ് ആണ് ബ്ലൗസ് വരുന്നത്. സെയിം ഇതേ ടോണിൽ ഇതേ പാറ്റേണിൽ തന്നെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് കോമ്പിനേഷൻ ഇതിൽ ബ്ലൂവും ഗ്രീനും മസ്റ്റേർഡും വരുന്നുണ്ട്. നമുക്ക് സിംഗിൾ കളർ ബ്ലൗസ് ആയിരിക്കും എപ്പോഴും നല്ലത്. പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ മുന്താണി. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെ വരും. സെയിം സ്റ്റൈലിൽ തന്നെ സാരി വന്നിരിക്കുന്നത്. ഫാബ്രിക്കും സെയിം തന്നെ, സോഫ്റ്റ് സെമി ടെസ സിൽക്കാണ് ഫാബ്രിക്. ഇത് പേർഷ്യൻ റോസ് ആണ് സാരിയുടെ ബോർഡർ വരുന്നത്. വാടാമുല്ല കളറിലാണ് ബോർഡർ വന്നിരിക്കുന്നത്. എല്ലാ കളേഴ്സും നല്ല നല്ല ഷെയ്ഡാട്ടോ. ഇതിൽ മൾട്ടി കളർ തന്നെയായിരിക്കും. ആ ഒരു വെർട്ടിക്കൽ ഒരു ബ്രസ്റ്റ് സ്ട്രോക്ക് പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയുടെ ബോഡി വരിക. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഈ സാരീസിന്, ബ്ലൗസിന്. കാരണം ഒരു ട്രിപ്പിൾ കളറിൽ തന്നെയാണ് സാരിയിൽ ആ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നത്. മുന്താണി സെയിം സ്റ്റൈൽ ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലൂ ആണ്, ഡെനിം ബ്ലൂ ആണ് സാരിയുടെ ബോർഡർ വരുന്നത്. ബോഡി വരുന്ന ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും. നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ, ഒരു ഡാർക്ക് പിങ്ക് ആൻഡ് ഒരു സീ ബ്ലൂ ഈ ഒരു കോമ്പിനേഷനിലാണ് ബോഡി വരുന്നത്. ഡെനിം ബ്ലൂയിലായിരിക്കും ഡബിൾ സൈഡ് ബോർഡർ. മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ആണ് ബോർഡർ വരുന്നത്. നല്ലൊരു ലീഫ് ഗ്രീൻ. ബോഡി വരുന്ന ഈ ഒരു പാറ്റേണിലായിരിക്കും. ഫുൾ സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ഡബിൾ സൈഡ് ബോർഡർ വരുന്ന ഗ്രീനിൽ വന്നിട്ട് മുന്താണി, റണ്ണിങ് പല്ലു, റണ്ണിങ് ബ്ലൗസ്. എല്ലാ സാരീസിന്റെയും കളർ കോമ്പിനേഷൻസ് നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻസിലാണ് സാരി വന്നിരിക്കുന്നത്. ഇത് വരുന്നത് പെൻസിൽ ഗ്രേ ആണ്. ബോർഡർ വരുന്നത് പെൻസിൽ ഗ്രേ ആണ്. ബോഡി ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. ഒരു ഗ്രീൻ, പിങ്ക് ആൻഡ് ഒരു ഗ്രേ ആ ഒരു ടോണിലാണ് ബോഡി വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെയാണ്. പാറ്റേൺ എല്ലാം സെയിം തന്നെ. മുന്താണി സോഫ്റ്റ് സെമി ടെസറാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. സാരി മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് സാരി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ സോഫ്റ്റ് ഒരു കളർ പാലറ്റിലുമാണ് സാരി വന്നിരിക്കുന്നത്. ഒരു ഐവറി ക്രീമാണ് സാരിയുടെ ബേസ് കളർ വരുന്നത്. അതിൽ അക്വാ ഗ്രീനിൽ ത്രെഡ് എംബ്രോയിഡറി ആണ്, ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് സാരിയിൽ. ഫാബ്രിക് പറയുകയാണെങ്കിൽ ചന്തേരിയാണ്, സോഫ്റ്റ് ചന്തേരിയും ഒരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട് സാരിയിൽ. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ബോഡി കംപ്ലീറ്റ് ആ ഒരു സർക്കുലർ പാറ്റേണിലാണ്. സർക്കുലർ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഒരു പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ലൊരു അക്വാ ഗ്രീനും ഒരു ഒലിവ് ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷനിലാണ് എംബ്രോയിഡറി വർക്കും. അതിന് തന്നെ മോട്ടീവ്സും വരുന്നുണ്ട് ബോഡി കംപ്ലീറ്റ് ആയിട്ട്. ഫുൾ സാരി ഈ ഒരു പാറ്റേണിൽ വന്നിട്ട് ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡർ ആണ്. ഒരു 1/4 ഇഞ്ച്, 4 ഇഞ്ചിലുള്ള ബോർഡർ വന്നിട്ട് ബോഡിയിൽ നല്ല പാറ്റേണിലാണ്. നല്ലൊരു ലുക്കായിരിക്കും സാരിക്ക് വരുന്നത്. ഫുൾ സാരി സെയിം സ്റ്റൈലിൽ തന്നെയാണ്. ലൈൻസിലാണ് സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ഷോർട്ട് പല്ലു, ഗോൾഡൻ സെറിയിലുള്ള ചെറിയ മുന്താണിയാണ് സാരിക്ക് വരുന്നത്. അതേ സ്ട്രൈപ്പ് പാറ്റേൺസിൽ തന്നെ മുന്താണിയിൽ വരുന്ന അതേ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ബ്ലൗസും വരുന്നത് സാരിക്ക്. അതെല്ലാം നമുക്ക് ഈ ഒരു സീ ഗ്രീനിലെ ബ്ലൗസ് എല്ലാം ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും സാരിക്ക്. കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഈ ഒരു സീ ഗ്രീൻ നല്ലൊരു ഓപ്ഷനാണ്. സാരി സെയിം തന്നെ വരുന്നത് കേട്ടോ. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കളർ കോമ്പിനേഷൻസ് മാറി വരും. ഇതിൽ വരുമ്പം സോഫ്റ്റ് ബേബി പിങ്ക് ആണ്. ബേബി പിങ്കും ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷനിലാണ് ആ ഒരു വർക്ക് വരുന്നത് ബോഡിയിൽ കംപ്ലീറ്റ്. ഒരു മോട്ടീവ്സ് വന്നിട്ട് സിമ്പിൾ ബോർഡർ, ഷോർട്ട് പല്ലു, അതേ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് റണ്ണിങ് ബ്ലൗസും വരുന്നത്. നെക്സ്റ്റ് കളർ പീച്ചാണ്. സാരിയുടെ ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ വരുന്ന പീച്ചാണ്. ഇത് സർക്കുലർ അല്ല കേട്ടോ, ഓവൽ ഷേപ്പിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്. എല്ലാ സാരീസിനും സെയിം അതേ മോട്ടീവ്സ് തന്നെ വരുന്നത്. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പീച്ചും ഗ്രീനും കൂടി ആയിരിക്കും കോമ്പിനേഷൻ വരുന്നത്. ഇതിനും പീച്ച് ബ്ലൗസ് നല്ലൊരു ഓപ്ഷനാണ്. ഗോൾഡൻ സെറി വൺ ഷോർട്ട് പല്ലു ആ ഒരു ലൈൻസിൽ തന്നെയാണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലാണ്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. സെൽഫ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് അങ്ങനെ ഡ്രേപ്പ് ചെയ്യാം. അതിലെ കോൺട്രാസ്റ്റ് ആണെങ്കിൽ പീച്ച് നല്ലൊരു ഓപ്ഷനാണ്.
ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത്. ഇത് വരുന്നത് പൗഡർ ബ്ലൂ ആണ്. പൗഡർ ബ്ലൂവും ഗ്രീനും കൂടിയാണ് സാരിയിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. വിത്ത് സിമ്പിൾ ബോർഡർ, സ്ട്രൈപ്പ് പല്ലു ആൻഡ് സ്ട്രൈപ്പ് ബ്ലൗസ്.